ഹലോ, ഇന്ന് ഞാൻ തിരുവനന്തപുരത്തുള്ള പാരഗണിലേക്കാണ് യാത്ര. മറ്റൊന്നിനുമല്ല, അവിടെ ഒന്ന് ഉച്ചയ്ക്കുള്ള ഫുഡ് അടിക്കാനാണ്. അങ്ങനെ ഉച്ചയ്ക്ക് ഇന്ന് അവധിയായതുകൊണ്ട് ഞങ്ങളുടെ കിച്ചനും അവധി കൊടുത്ത് ഞങ്ങൾ ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞപ്പോഴേക്കും തിരുവനന്തപുരത്തുള്ള പാരഗണിലേക്ക് എത്തി. വേൾഡിൽ തന്നെ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന പാരഗൺ കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരത്താണ് ഉള്ളത്. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രം ലുലു മോളിൽ ഓപ്പണിംഗ് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അതെന്താണ് ഓപ്പണിംഗ് എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ അല്പം തിരക്ക് കുറവായിരുന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇപ്പോഴത്തെ ഈ തിരക്ക് നോക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ നല്ല തിരക്കായിരിക്കും, വണ്ടിക്കൊക്കെ പാർക്കിംഗ് ഫുള്ളെന്ന് പറഞ്ഞ് ബോർഡൊക്കെ ഇപ്പോൾ വെക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറിയിട്ട് ഞങ്ങൾ ഫുഡിനുള്ള ഓർഡറൊക്കെ കൊടുത്തു. അന്നേരം ഒരു റിഫ്രഷിങ് ജ്യൂസായിട്ട് പാരഗണിൻ്റെ സർബത്തും ഓർഡർ ചെയ്തു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പുറത്ത് വണ്ടികളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ എന്നങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നിറയെ വണ്ടികളാണ്. ഞങ്ങൾ വന്നപ്പോൾ വിരലിലെണ്ണാവുന്ന കുറച്ച് വണ്ടികളായിരുന്നു. പക്ഷേ ഇപ്പം പാർക്കിംഗ് എല്ലാം ഫുള്ളായിരുന്നു. എന്നിട്ട് വീണ്ടും അകത്ത് ചെന്ന് റിഫ്രഷിങ് ജ്യൂസുള്ള നമ്മുടെ പാരഗൺ സർബത്ത് 4 പേർക്കും ഓർഡർ ചെയ്തു. പിന്നെ സ്റ്റാർട്ടറായിട്ട് നമ്മുടെ ഡൈനാമിക് കോളിഫ്ലവറുമാണ് ഓർഡർ ചെയ്തത്. അതിനൊപ്പം തന്നെ ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയും പിന്നെ ഒരു വെജ് ബിരിയാണിയുമാണ് ഓർഡർ ചെയ്തത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാരഗൺ സർബത്തെത്തി. നമ്മുടെ നന്നാരിയും പിന്നെ ഗ്രേപ്സും ലെമണും ഒക്കെ ചേർത്ത് നല്ല അടിപൊളി ഒരു സർബത്തായിരുന്നു. അത് കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഡൈനാമിക് കോളിഫ്ലവർ എത്തി. അതും നല്ല ഞങ്ങൾ 4 പേരും കൂടി അതങ്ങ് തീർത്തു. അത് തീർത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി എത്തി. ഒരു വലിയ ബൗൾ നിറയെ ബിരിയാണിയായിരുന്നു. നല്ല അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള 2 ഫ്രൈഡ് ചിക്കൻ പീസും. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയും ഫ്രൈഡ് ചിക്കനും ഒക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു, പച്ചമുളക് ചമ്മന്തി, ഡേറ്റ്സിൻ്റെ പിക്കിൾസൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ പനീർ വെജ് ബിരിയാണി എത്തി. പനീറിൻ്റെ ബിരിയാണി അതും അത്യാവശ്യം വലിയൊരു ബൗളിൽ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യമേ ഈ സർബത്തും പിന്നെ ഈ കോളിഫ്ലവറൊക്കെ കഴിച്ചത് കൊണ്ടാവാം വിശപ്പൊന്നും അടങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഈ വലിയ ബൗളിൽ കിട്ടിയ ബിരിയാണി കണ്ടപ്പോഴേ ഞങ്ങളുടെ വിശപ്പെല്ലാം മാറി. പിന്നെ അത്യാവശ്യം വയറ് നന്നായിട്ട് നിറയുകയും ചെയ്തു. പിന്നെ ഇക്കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ ഹക്കയുടെ ഒരു വെജ് നൂഡിൽസും കൂടെ ഓർഡർ ചെയ്തായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഈ ബിരിയാണി എല്ലാം കഴിച്ച് തീർന്നപ്പോഴത്തേക്കും ആ വെജ് നൂഡിൽസും എത്തി. അങ്ങനെ വെജ് നൂഡിൽസും എല്ലാം കഴിച്ചു. പിന്നെ ശരിക്കും പാരഗണിൽ കൊണ്ടുവരുന്ന ഏത് ഫുഡാവട്ടെ നല്ല ആവി പറക്കുന്ന ചൂടോടുകൂടിയുള്ള നല്ല ഫുഡാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഫുഡിന്. അവിടെ അജിനോമോട്ടോ അങ്ങനെയുള്ള ഒന്നും ഉപയോഗിക്കത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഞാനിന്ന് കഴിച്ചതുകൊണ്ട് പറയുന്നതല്ല, നല്ല ഫുഡാണ്. എല്ലാവരും തിരുവനന്തപുരത്തുള്ളവർ എല്ലാവരും ഒന്ന് വന്ന് കഴിച്ച് നോക്കണം, അപ്പം അറിയാൻ പറ്റുമല്ലോ. എന്തായാലും ഞാൻ പോയ എൻ്റെ അനുഭവമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ എല്ലാവരും പാരഗൺ നമ്മുടെ കേശവദാസപുരത്തെ ഫുഡ് കോർപ്പറേഷൻ്റെ ഓപ്പോസിറ്റാണ്. അവിടെ വന്ന് കഴിച്ച് നോക്കണം. ഓക്കെ, പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, ലൈക്ക് തരണം, കമൻറ്റ് തരണം, സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്